കണ്ടല്ലോ. എന്നിട്ട് എന്താ തോന്നിയേ? ഓ, നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമില്ല അല്ലേ അമ്മേ? ആ അതെ അതെ, ഇതിപ്പോ കളരിക്കല് നമ്മൾ ഉപയോഗിക്കുന്ന റൂം അത്രേ ഉള്ളൂ. ആ, ഞാനും ഒരുപാട് സൗകര്യങ്ങള് മുമ്പ് ഉപയോഗിച്ചിരുന്നല്ലോ. ഇപ്പൊ എല്ലാം സാധാരണ പോലെ മതിയെന്ന് എനിക്ക് തോന്നി. ആക്സിഡന്റിന് ശേഷമാണല്ലോ രാധ മാഡത്തിന് ചേഞ്ചസ് ഉണ്ടായത്. എന്നാ പിന്നെ വരൂ. അതെന്താ അമ്മേ, നിർമ്മലയ്ക്ക് ഗാഥമോളുടെ മുറിയൊന്ന് കാണണമെന്ന് പറഞ്ഞു? എനിക്കറിയില്ല, കൽപ്പിച്ചു കൂട്ടി വന്നതല്ലേ, എന്തായാലും ചെയ്തു തീർക്കട്ടെ. ഏയ്, താനെന്താ ചെരുപ്പിടാത്തെ? ചെന്ന് ചെരുപ്പിട്. ആ സ്ലിപ്പറാണോ നോക്കുന്നേ? എടോ സാരമില്ല, അതെടുത്തിട്ടിട്ട് വാ. അമ്മേ കണ്ടോ, ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിലെന്തോ ഒരു മാറ്റമുണ്ട്. എന്തോ ഒരു കുട്ടിച്ചാത്തൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വെളിവായി കിട്ടിയെങ്കിൽ ഞാൻ പൊളിച്ചടിക്കേനെ. ഏയ്, വാട്ട് ഹാപ്പൻഡ്? വാടോ. വാ. അതെ അതെ, അത് മര്യാദയല്ല കേട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ആര് പോയാലും അവരെ കട്ടുറുമ്പെന്നാ പറയാറ്. ഓ, അങ്ങനെ ഒരു പേരുദോഷം നമുക്ക് വേണ്ട അമ്മ. അമ്മ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഗാഥമടത്തെ കണ്ടു. അത് ഞങ്ങളെല്ലാരും കണ്ടില്ലേ? അത് ഇവിടെ നിൽക്കുന്ന ഗാഥമടത്തിയല്ലേ? ഞാൻ കണ്ടത് മുകളിൽ നിൽക്കുന്ന ഗാഥമടത്തിയാ. മുകളിൽ നിൽക്കുന്ന ഗാഥാമേടോ? അതാരാ? സാറ് വാ, ഞാൻ കാണിച്ചു തരാം. എടോ, തന്റെ ഈ അസുഖം മാറിയെന്ന് ഞാൻ വിചാരിച്ച.
സോറി മാം. ഞാനും ഗാദി നമ്മളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാണിക്കുഞ്ഞ് പലപ്പോഴും പറയും ഗാഥ മേഡത്തിനെ അവിടെ വെച്ച് കണ്ടു, ഗാഥ മേഡം നടന്നു പോന്ന് കണ്ടു എന്നൊക്കെ. മര്യാദയ്ക്ക് തന്നോട് ഏതെങ്കിലും സൈക്കട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ സമ്മതിച്ചില്ല. പിന്നെ മാണിക്കുഞ്ഞ്, ഇനി താൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ സൈക്കട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. സാറേ ഞാനൊന്ന് പറഞ്ഞോണ്ടത്. മിണ്ടരുത്. കേരള വണ്ടിയില്. താങ്ക് ഗോഡ്. എന്തൊക്കെയാ സിനി കഴിഞ്ഞത്? എല്ലാം തകർന്നെന്ന് വെച്ചതാ മാം. പക്ഷേ സംസാര ശൈലിയൊന്നും ശരിയായില്ലെങ്കിലും കൃഷ്ണ നന്നായി ഹാൻഡിൽ ചെയ്തു. അതിനിടയിലാണ് മാണിക്കുഞ്ഞ് ഗാഥമോളെ കണ്ടെന്ന് പറഞ്ഞു. അവരാരും പോയി നോക്കാതിരുന്നത് ഭാഗ്യം. എന്തായാലും കഴിഞ്ഞു കിട്ടിയല്ലോ.